മുരുക ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ചില നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാരായാലും സ്ത്രീകളായാലും അവർ ഇരട്ടച്ചങ്കുള്ളവരാണ്. ഒരു കാര്യം വിചാരിച്ചാൽ അത് നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോകാൻ മനസ്സുള്ളവരാണ്. ഉടൻ തന്നെ നടത്തണമെന്ന് അവർക്കില്ല, പക്ഷേ കാത്തിരുന്ന് അത് ചെയ്തു തീർക്കാനുള്ള മനക്കട്ടിയുള്ളവരാണ്. അങ്ങനെയുള്ള കുറേ നക്ഷത്രങ്ങളുണ്ട്. അവരെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. ഒന്നാമത്തെ നക്ഷത്രം അശ്വതിയാണ്. അവർക്ക് ആപത്തുണ്ടാകുമെന്ന് കരുതിയാൽ പോലും, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ പോലും അവരത് ബുദ്ധിപരമായി മറികടന്ന് ലക്ഷ്യത്തിലെത്താൻ തന്നെ ശ്രമിക്കും. അത് അശ്വതിയാണ്. രണ്ടാമത്തെ നക്ഷത്രം മകമാണ്. ആത്മാർത്ഥതയുള്ളവരും അങ്ങേയറ്റം പരിശുദ്ധിയുള്ളവരും ആയ ഇവർ വിചാരിച്ച കാര്യം നേടിയെടുക്കാൻ ഭക്തിയുടെ മാർഗവും സ്വീകരിക്കുന്നതാണ്. മകൻ നക്ഷത്രത്തിൽ ജനിച്ചവർ അങ്ങനെയാണ്. കാലതാമസം വന്നാലും അവർക്ക് നേടിയെടുക്കാനുള്ള ചങ്കുറപ്പ് ഉള്ളവരാണ്. അതിനാണ് പറയാറുള്ളത് ഇരട്ട ചങ്കുള്ളത്. മൂന്നാമത്തെ നക്ഷത്രം മൂല നക്ഷത്രമാണ്. അവർക്കും പ്രത്യേകമായ ലക്ഷ്യബോധവും മനക്കെട്ടിയും നിലവിലുള്ളതാണ്. അവർ ആരെയും അവർക്ക് കിട്ടാനുള്ളത് പിടിച്ചെടുക്കാനൊന്നും ശ്രമിക്കുന്നില്ല. അവർ വിചാരിച്ച കാര്യം നേടിയെടുക്കാൻ അവർ അനവരതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അടുത്തത് പൂരുരുട്ടാതിയാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ പ്രത്യേകത, അവർ ബിസിനസ്സുകാരായാലും ഉദ്യോഗസ്ഥന്മാരായാലും വലിയ എഴുത്തുകാരായാലും ശ്ലാഘനീയമായ നിലയിൽ സമൂഹത്തിൻ്റെ മറ്റ് പല തുറകളിലും പ്രവർത്തിക്കുന്നവരായാലും അവർക്ക് രണ്ട് വർക്കുകൾ ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും. അവരും ലക്ഷ്യത്തിലെത്തുന്നതിനായി ഇടം വലം നോക്കാതെ കാലതാമസം ഉണ്ടായാലും അത് നേടിയെടുക്കാൻ കഴിവുള്ളവരാണ് ഈ ഇരട്ടച്ചങ്കുള്ളവർ. അത് ഉത്രട്ടാതിയാണ്. ഉത്രട്ടാതിക്ക് ഇത്തരത്തിലുള്ള ചിന്ത, ആത്മാഭിമാനം, മനക്കട്ടി എന്നിവയ്ക്ക് പുറമെ ഭവനം 1, 2, 3 ഭവനങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഉദ്യോഗക്കയറ്റത്തിന് ആയാലും ഭവന നിർമ്മാണത്തിനായാലും അവർക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയും, വിജയിക്കും. അടുത്ത നക്ഷത്രം ചോതിയാണ്. ചോതി നക്ഷത്രക്കാർ രാഷ്ട്രീയത്തിലായാലും സിനിമാ രംഗത്തിലായാലും ഒരുപോലെ ശോഭിക്കാൻ കഴിയുന്ന ചിലരും ആ രംഗത്തുണ്ട്. ഇന്ന് വിചാരിക്കുന്ന കാര്യം ഇപ്പോൾ തന്നെ നടത്തണമെന്നില്ല. അവർ കാത്തിരുന്ന് മറ്റുള്ളവരെ നിയന്ത്രിക്കാനും അതുവഴി താല്പര്യമുണ്ടാക്കാനും പൊതുജന സേവനം നടത്തി പേരെടുക്കാനും കഴിവുള്ളവരാണ്. അടുത്ത നക്ഷത്രം അനിഴമാണ്. അനിഴം ഇരട്ടച്ചങ്കെന്നല്ല, 3 ചങ്കുള്ളവരെന്ന് വേണമെങ്കിൽ പറയാം. ഇരട്ടച്ചങ്കുള്ള നക്ഷത്രങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. അതിൽ അവസാനത്തേത് അനിഴമാണ്. ദേവഗണമാണ്, വൃശ്ചികക്കൂറാണ്, സൗന്ദര്യബോധമുള്ളവരാണ്. മനക്കട്ടി എന്ന് പറഞ്ഞാൽ ഇരട്ടച്ചങ്കല്ല, അതിൽ കൂടുതൽ ചങ്കുള്ളവരാണ്. അവർക്കും ഈ കാര്യത്തിൽ ലക്ഷ്യത്തിലെത്തുന്നതിന് വേണ്ടി ഭക്തിയുടെ മാർഗം തിരഞ്ഞെടുത്തുകൊണ്ട് അവരും നല്ല രീതിയിലുള്ള മുന്നേറ്റം നടത്തുന്ന ആ കാര്യത്തിൽ, അവർ വിചാരിച്ച കാര്യത്തിൽ വിജയിക്കുകയും ചെയ്യും. അവർ നാട്ടിലും വീട്ടിലും കൂട്ടുകാർക്കിടയിലും സംഘടനാ പ്രവർത്തനം ഉണ്ടെങ്കിൽ സംഘടനയിലും മാതൃകയായിരിക്കും, വഴികാട്ടിയായിരിക്കും. എൻ്റെ ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് അങ്ങേയറ്റം നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.